നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സ്. ഇന്നത്തെ രണ്ട് ചെറിയ ടോപ്പിക്സ്, ഷോർട്ട് വീഡിയോ ആണ്, രണ്ട് ചെറിയ ടോപ്പിക്സ്. പക്ഷേ ഈ ടോപ്പിക്ക് രണ്ടെണ്ണം അറിയത്തില്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മുന്നോട്ട് പോകുന്ന എല്ലായിടത്തും ഈ രണ്ട് ടോപ്പിക്സ് വേണം. വളരെ സിമ്പിളായി ഫിസിക്സ് പഠിക്കാം, വളരെ ആവേശത്തോടുകൂടി ഫിസിക്സ് പഠിക്കാം, വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സോടുകൂടി പഠിക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്തെ ഇലക്ട്രിക് ഡൈപ്പോളാണ്. ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻറ്റ്, ഈ രണ്ടെണ്ണമാണ് നമ്മുടെ കിടുകാച്ചി ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തോടെ? ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്, പോൾ എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ സൗത്ത് പോൾ അല്ല, രണ്ട് ചാർജസ്. എന്നാൽ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, -q +q. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് A അല്ലെങ്കിൽ 12. എന്താണ് പക്ഷെ അങ്ങനെ പറഞ്ഞെന്ന് പറയും. ചില സ്കൂളിൽ ചില ടീച്ചർമാർ ടെക്സ്റ്റ് നോക്കിയിട്ട് A എന്ന് കൊടുക്കും ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ്, ചില ടീച്ചർമാർ 12 എന്ന് കൊടുക്കും. ഒരു ആദ്യമേ പറയാം, ഇലക്ട്രിക് ഡൈപ്പോളിനിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ A അല്ലെങ്കിൽ 12നെ പറയുന്ന പേര് ഓർത്തിരുന്നോണം എപ്പോഴും, ഡൈപ്പോൾ ലെങ്ത് എന്നാണ്. ഡൈപ്പോൾ ലെങ്ത് A അല്ലെങ്കിൽ 12നെ പറയുന്ന പേര് ഡൈപ്പോൾ ലെങ്ത് എന്നാണ്. അതായത് ഇലക്ട്രിക് ഡൈപ്പോളിലേക്ക് കിടക്കാം. ഇവിടെ -q ഉണ്ട് +q ഉണ്ട്, രണ്ടിടത്തും q ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തോ പ്രത്യേകിച്ച് കാണുന്നത്? ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണ്. അന്നേരം എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. പെയർ എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും q ഉണ്ട്, പെയറാ, ക്യൂവിൻ്റെ ഒരു പെയർ, രണ്ടെണ്ണം ചേരുന്ന ഒരു പെയർ എന്ന് പറയുന്നത്. ഈക്വലും ഓപ്പോസിറ്റും ആണ്, ഒരെണ്ണം മൈനസ് ആണെങ്കിൽ മറ്റേത് പ്ലസ് ആണ്. എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small vector distance, ചെറിയൊരു ഡിസ്റ്റൻസ്, is called electric dipole. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചത് what is in electric dipole? A pair of equal and opposite charges separated by a small vector distance is called electric dipole. It is a കാരണം വെക്ടർ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ it is a vector quantity. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിസ്സാരമല്ല. ഓരോ പോയിന്റും മാർക്കാണ്. Its direction is from negative charge to positive charge. അതായത് ഇലക്ട്രിക് ഡൈപ്പോളിൻ്റെ ഡയറക്ഷൻ എവിടെ മുതൽ എവിടം വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പടം നോക്കിയാൽ മതി. നെഗറ്റീവ് ചാർജിൽ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവ് ചാർജിലോട്ടാണ്. അന്നേരം വാട്ട് ഈസ് ഇൻ ബി ഇലക്ട്രിക് ഡൈപ്പോൾ? എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപ്പോൾ. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അടിപൊളി. അടുത്ത ഡൈപ്പോൾ മൊമെന്റ് നിങ്ങൾ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞേ. ഡൈപ്പോൾ മൊമെന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P. മൊമെന്റം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, മാസ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഡൈപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ഡൈപ്പോൾ ലെങ്ത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് എന്ന് പറഞ്ഞാൽ -q ഉണ്ട് +q ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഏതാണ് എടുക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ്. നമ്മൾ നെഗറ്റീവ് വൈബ് അല്ല, നമുക്ക് എപ്പോഴും പോസിറ്റീവ് വൈബാണ്. അന്നേരം നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള എടുത്താണ്. അന്നേരം മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് -q +q ഒരെണ്ണം മതി. അന്നേരം Q P = ഡൈപ്പോൾ മൊമെന്റ് P = Q ഇൻറ്റു ആൻഡ് പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ഡൈപ്പോൾ ലെങ്ത് A അല്ലെങ്കിൽ 12. A ആണെങ്കിൽ P = Q എന്ന് എടുക്കാം. ഇനി 12 ആണെങ്കിൽ Q ഇൻറ്റു 12, അതായത് P = 2Lq. ഈ രണ്ട് ഇക്വേഷൻ എഴുതാം. P = QA, P = 2Lq. ക്ലിയർ? ഇതിൻ്റെ യൂണിറ്റ് P = QA. Q എന്ന് പറയുന്നത് ചാർജാണ്, ചാർജിൻ്റെ കൂളംബാണ്. ഒരു ചെറിയ ഹൈഫൺ കൊടുത്തേക്കുക. A എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ഡൈപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ലെങ്തിൻ്റെ മീറ്റർ ആണ്, അതിന് കുളമ്പ് മീറ്റർ. അല്ലെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റർ ഇങ്ങനെ എഴുതിയ തെറ്റാണ്, കുളമ്പ് മീറ്റർ എന്നാണ്. അതുകൊണ്ടാണ് C എഴുതിയൊരു ഹൈഫൺ കൊടുത്തത്. ഒന്ന് പെടാതിരിക്കുക. രണ്ട് ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, ഒന്ന് ഇലക്ട്രിക് ഡൈപ്പോളും ഡൈപ്പോൾ മൊമെന്റ്. ഈവൻ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇത് നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെന്റ് സിമ്പിൾ, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. ഇക്വേഷൻ ഡൈപ്പോൾ മൊമെന്റ് P = QA അല്ലെങ്കിൽ P = 2Lq. യൂണിറ്റ് കുളമ്പ് മീറ്റർ. ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. എല്ലാം പക്ക. അന്നേരം നിങ്ങൾ കമൻസ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. കുട്ടികളുടെ ഗ്രൂപ്പിൽ, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും
ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചേരാം. അടിപൊളിയായിട്ട് എല്ലാ സബ്ജക്ട്സും അടിപൊളിയായിട്ട് ഇതുപോലെ പഠിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.